കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ കലൂരിലെ പ്രത്യേക സാമ്പത്തിക കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യപ്രതി സതീഷ് കുമാർ, ജിൽസ് എന്നിവരാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അശ്വതിയുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും. അശ്വതി, എപ്പോഴാണ് കോടതി ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കലൂരിലെ പ്രത്യേക സാമ്പത്തിക കോടതി ഇരുവരുടെയും ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ED അന്വേഷണം തുടങ്ങിയ സമയത്ത് മുഖ്യപ്രതികളുടെ ലിസ്റ്റിൽ വന്ന വ്യക്തികളാണ് ഈ CK ജിൽസും സതീഷ് കുമാർ എന്ന് പറയുന്നത്. 2 ആഴ്ചകൾക്ക് മുൻപാണ് ഈ ED ഇത്തരത്തിലുള്ള ആദ്യഘട്ട കുറ്റപത്രം കലൂർ PMLA കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. ഇതിൽ ഏകദേശം 13 മുതലുള്ള പ്രതിപ്പട്ടികയിലാണ് ഇവർ ഇരുവരും വരുന്നത്. ഇതിൽ ക്രമക്കേടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, ബിനാമി ഇടപാടുകൾ അടക്കം ചെയ്ത ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി എന്ന രീതിയിലാണ് സതീഷ് കുമാറിനെ ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനാസ്പദമായ രേഖകളും ഈ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം അക്കൗണ്ടന്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള CK ജിൽസും ഇതിന് വലിയ രീതിയിലുള്ള ബിനാമി ഇടപാടുകൾ ചെയ്തിട്ടുള്ളതായിട്ടാണ് EDയുടെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് ഇന്ന് CK ജിൽസിന്റെയും സതീഷ് കുമാറിന്റെയും ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത്. ഭദ്ര. ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ കലൂരിലെ പ്രത്യേക സാമ്പത്തിക കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യപ്രതി സതീഷ് കുമാർ, ജിൽസ് എന്നിവരാണ് അപേക്ഷ സമർപ്പിച്ചത്.